പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മീറ്റ് പപ്സ് ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റെഡിമെയ്ഡ് ഷീറ്റൊക്കെ മാർക്കറ്റിലെല്ലാം അവൈലബിൾ ആണെങ്കിലും നമ്മൾ ഹോം മെയ്ഡ് ഷീറ്റ് വെച്ചിട്ടാണ് ഇന്ന് മീറ്റ് പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യം നമുക്കതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു 2-3 പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കിനും നമ്മളൊരു സവോള കട്ട് ചെയ്തും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. സവോളയെല്ലാം നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേക്കിനും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്കിനും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മീറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിൻസ്ഡ് മീറ്റാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ്. അത് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഡോ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു 100 ഗ്രാമോളം ബട്ടർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ആണെങ്കിൽ കുറച്ച് ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് പുട്ടിനൊക്കെ നനയ്ക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് നനച്ചെടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നമുക്ക് റെഡിയാക്കി കിട്ടും. നമുക്കിതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. കുറച്ച് മെൽറ്റഡ് ബട്ടറിനകത്തോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതുപോലെ നമ്മൾ കോൺഫ്ലവർ ചേർത്താൽ നമ്മുടെ പപ്സിൻ്റെ മോൾ ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമുക്കിതെല്ലാം ഒന്ന് പരത്തിയെടുക്കാം. ചെറിയ ഒരു റൗണ്ട് മതി. നമ്മുടെ പൂരിയുടെയൊക്കെ ആ വലുപ്പത്തിലുള്ള ഒരു വട്ടത്തിൽ പരത്തിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ബട്ടറും കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് വെച്ചത് ഒന്ന് ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ പരത്തിയെടുത്ത അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ 7 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിതുപോലെ ഒന്ന് നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുക്കാം. ഈ റോൾ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര ലെയർ കിട്ടുന്നുണ്ടോ അത്രയും ലെയറാണ് നമുക്ക് നമ്മുടെ പപ്സിന് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്യുക. ഇതിപ്പം നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം ഇതിനകത്തെ ലെയർ കണ്ടോ. അത് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം.
ഇനി ഒരു സ്ക്വയർ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അതോട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഈ സൈഡിൽ നിന്ന് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് നനച്ച് കൊടുക്കണം, എന്നാലേ ആ സൈഡൊക്കെ ഒന്ന് ഒട്ടിയിരിക്കത്തുള്ളൂ. അപ്പോൾ വെള്ളം നനച്ച് കൊടുത്താൽ ഈ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിയിരുന്നോളൂ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒരു മീഡിയം ചൂടായി വരുമ്പോഴത്തേക്കിനും നമ്മുടെ പപ്സ് ഇട്ട് കൊടുക്കണം. ഒരുപാട് ഓയിൽ ചൂടായാൽ നമ്മുടെ പപ്സ് പെട്ടെന്ന് അങ്ങ് ഡാർക്ക് കളറായി പോവും. ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഉൾഭാഗമൊക്കെ പപ്സിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതായപ്പോൾ നമ്മുടെ മീറ്റ് പപ്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നല്ല ക്രിസ്പിയാണ്, അതിൻ്റെ പുറമൊക്കെ അകം നല്ല സോഫ്റ്റാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീറ്റ് പപ്സ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റുള്ളവർക്കുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ബൈ.